അപ്പോൾ ഒന്ന് വളരെ ഗൗരവമായ പ്രശ്നമാണ്, നിങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് മാധ്യമങ്ങൾ തന്നെ. കേരളത്തിലെ പോലീസിൻ്റെ മാറിവന്ന സാഹചര്യത്തിലുള്ള നയം വളരെ അപകടകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിലധികം തവണ ഇപ്പോൾ കേരളത്തിൽ തന്നെ കസ്റ്റഡി മരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞ ജൂൺ 16-നാണ് ഈ പറയപ്പെട്ട കൊല്ലപ്പെട്ട സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതും അർദ്ധരാത്രിയാണ്, അസമയത്താണ്. അങ്ങനെ കസ്റ്റഡിയിലെടുക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ FIR ഇല്ല. 2 ചെറുപ്പക്കാരായ കുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ബന്ധുക്കൾ കൊണ്ടുകൊടുത്ത പരാതിയിൽ ഈ സിയാദിൻ്റെ പേരോ മറ്റൊന്നും പറയുന്നില്ല. അന്ന് വന്ന ആരോ ഒരാൾ സിയാദിനെ അറിയാൻ കഴിയും, അയൽക്കാരനാണ് എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളും ഡ്യൂട്ടി ഇല്ലാത്ത ആളും. ഈ ബന്ധപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ശ്രീജിത്ത്. അദ്ദേഹം ഒന്നിലധികം തവണ കുണ്ട സ്റ്റേഷനിൽ വന്നതിന് ശേഷം കഴിഞ്ഞ നിരവധി ഉത്സവ സ്ഥലങ്ങളിൽ സംഘർഷങ്ങളുണ്ടായി. എല്ലാ സംഘർഷങ്ങളിലും പോയി അനാവശ്യ പ്രശ്നങ്ങളുണ്ടാക്കി കുറേയധികം ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസുകാരൻ. അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഡ്യൂട്ടിയിലല്ലാതിരുന്ന SI അടക്കം രാത്രിയാണ് വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെന്നിട്ട് സിയാനെ ഇവിടെ കസ്റ്റഡിയിലെടുക്കുന്നു. ഇവിടെ രാത്രി കൊണ്ടുവരുന്നു, ഭീകരമായിട്ട് മർദ്ദിച്ചു, ലോക്കപ്പ് ചെയ്യുന്നു. ഇതെല്ലാം സ്റ്റേഷനിലെ തന്നെ CCTV കണ്ടാൽ കാണാൻ കഴിയുന്നതാണ്. റെക്കോർഡുകളെല്ലാം ഉണ്ട്. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്താതെ ഇവിടെ കൊണ്ടുവന്ന് വളരെ സീരിയസ് ആയി ഈ പറയപ്പെട്ട ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ മൃഗീയമായി മർദ്ദിച്ച് അദ്ദേഹം ഇവിടെ പലതവണ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളടുത്ത്, അടുത്ത സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഫോണിൽ തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നെ പോലീസ് ഭീകരമായി മർദ്ദിച്ചു, എനിക്ക് വെള്ളം വേണം. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഈ സ്റ്റേഷനകത്തിട്ട് ലോക്കപ്പിലിട്ട് സീരിയസ് ആയി മർദ്ദിച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെ ആകുന്നുണ്ടേ കാണാം ഈ കുട്ടികളെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ ഇവിടുന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. ആ ഇറക്കിവിട്ട ചെറുപ്പക്കാരൻ ഇവിടെ നടന്നു പോലും പോകാൻ കഴിയാത്ത നിലയിൽ അയാൾ ബന്ധുക്കളുടെ സഹായം തേടി, പല സാമ്പത്തിക വലിയ ബുദ്ധിമുട്ടുള്ള ചെറുപ്പക്കാരനാണ്, കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളാണ്. അയാൾ ഇവിടെ കാഞ്ഞിരോട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി, മറ്റ് പല സ്ഥലങ്ങളിൽ ചികിത്സ തേടിയിട്ടാണ് ശാരീരികാവസ്ഥ വല്ലാതെ ഘട്ടം എത്തുമ്പോഴാണ് നേരെ അദ്ദേഹം ജില്ലാ ഹോസ്പിറ്റലിൽ പോവുകയും അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുകയും ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് വാരിലിനടക്കം പൊട്ടലുണ്ടെന്നും സീരിയസ് ആണ് സംഭവം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് DYFIയുടെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ DYSP അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ വന്നെങ്കിൽ പോലും SP അടക്കം വന്ന് ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ വന്നെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഈ പറയപ്പെട്ട ശ്രീജിത്ത് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ DYFIയുടെ സഹാക്കൾ ഇവിടുന്ന് പിരിഞ്ഞു പോകൂ, ഞങ്ങൾ ഇവിടുന്ന് പിരിയുള്ളൂ. SP അടക്കം ഇവിടെ വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. തീർച്ചയായും നടപടിയെടുക്കാതെ പിന്തിരിയുന്ന പ്രശ്നമേ ഇല്ല ഇക്കാര്യത്തിൽ.